പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള എനിമൽസ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10 ബ്ലാക്ക് ബക്ക്. ഇന്ത്യൻ ആന്റലോപ്പ് എന്നും അറിയപ്പെടുന്ന ഇന്ത്യയിലും നേപ്പാളിലും കാണപ്പെടുന്ന ഒരു ഇടത്തരം വലിപ്പമുള്ള കൃഷ്ണമൃഗമാണ് ഇത്. പുല്ലു നിറഞ്ഞ സമതലങ്ങളിലും വറ്റാത്ത ജലസ്രോതസ്സുകളുമുള്ള നേരിയ വനപ്രദേശങ്ങളിലും ഇത് വസിക്കുന്നു. ശരാശരി 20 മുതൽ 57 കിലോഗ്രാം വരെ ഇവയ്ക്ക് ഭാരമുണ്ട്. നമ്പർ 9 മലബാർ ഗേറ്റ് സ്ക്വയർ. മലയണ്ണാൻ എന്നറിയപ്പെടുന്ന ഇത് ഇന്ത്യയിലെ വനങ്ങളിലും വനപ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന ഒരു വലിയ ബഹുവർണ്ണ അണ്ണാനാണ്. ഇത് പകൽ സമയം ജീവിക്കുന്ന വൃക്ഷത്തിലും പ്രധാനമായും സസ്യബുക്കുകളായ ഒരു അണ്ണാനാണ്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് 20 അടി വരെ ഇത് സഞ്ചരിക്കുന്നു. നമ്പർ 8 ഗ്രേറ്റ് ഇന്ത്യൻ റിനോസേഴ്സ്. ഇന്ത്യൻ കാണ്ടാമൃഗം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു കാണ്ടാമൃഗ ഇനമാണ്. ജീവിച്ചിരിക്കുന്ന രണ്ടാമത്തെ വലിയ കാണ്ടാമൃഗ ഇനമാണിത്. ഇന്ത്യൻ കാണ്ടാമൃഗം ഇന്തോ ഗംഗാ സമതലങ്ങളിൽ നിന്നുള്ളതാണ്. വടക്കേ ഇന്ത്യയിലും തെക്കൻ നേപ്പാളിലുമുള്ള 12 സംരക്ഷിത പ്രദേശങ്ങളിൽ ഇത് കാണപ്പെടുന്നു. നമ്പർ 7 ലയൺ ടെയിൽഡ് മക്കാക്ക്. സിംഹവാലൻ കുരങ്ങൻ എന്നറിയപ്പെടുന്ന ഇത് ദക്ഷിണേഷ്യയിലെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പഴയ ലോക കുരങ്ങാണ്. സിംഹവാലൻ കുരങ്ങുകൾ കറുത്ത രോമങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കും. ഇവർ ഒരു മഴക്കാടുകളിലോ ഉഷ്ണമേഖല ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങളിലോ വസിക്കുന്നു. നമ്പർ 6 റെഡ് പാണ്ട. ലെസർ പാണ്ട എന്നും അറിയപ്പെടുന്ന ചുവന്ന പാണ്ട കിഴക്കൻ ഹിമാലയത്തിലും തെക്കു പടിഞ്ഞാറൻ ചൈനയിലും കാണപ്പെടുന്ന ഒന്നാണ്. ഇത് കോൺഫറൻസ് വനങ്ങളിലും മിതശീതോഷ്ണം വിശാലമായ ഇലകളുള്ളതും മിശ്രിത വനങ്ങളിലും വസിക്കുന്നു. ഇത് ഒറ്റപ്പെട്ടതും പ്രധാനമായും വൃക്ഷജീവിയുമാണ്. നമ്പർ 5 ഇന്ത്യൻ ലിയോപാർഡ്. ഇന്ത്യൻ പുള്ളിപ്പുലി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായി കാണപ്പെടുന്നു. തൊലികളുടെയും ശരീരഭാഗങ്ങളുടെയും നിയമവിരുദ്ധ വ്യാപാരം, മനുഷ്യപുലി സംഘർഷം മൂലമുള്ള പീഡനം, കന്നുകാലികളുടെ നാശത്തിനായുള്ള പ്രതികാരം എന്നിവയാൽ ഇത് ഭീഷണി നേരിടുന്നു. പുള്ളിപ്പുലി ഒറ്റയ്ക്ക് ജീവിക്കുന്ന മൃഗമാണ്. നമ്പർ 4 സ്നോ ലിയോപാർഡ്. ഫെലിഡെ കുടുംബത്തിലെ പന്തേര ജനുസിലെ ഒരു വലിയ പൂച്ച ഇനമാണ് ഹിമപ്പുലി. മധ്യ ദക്ഷിണേഷ്യയിലെ പർവ്വതനിരകളിൽ നിന്നുള്ളതാണ് ഈ ഇനം. അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ തുടർന്ന് വേട്ടയാടലും ആവാസ വ്യവസ്ഥയുടെ നാശവും ഇതിന് പ്രധാനമായും ഭീഷണിയാണ്. മഞ്ഞു പുള്ളിപ്പുലിയുടെ രോമങ്ങൾ വെളുത്തതോ ചാരനിറമോ ആണ്. നമ്പർ 3 ഇന്ത്യൻ എലിഫന്റ്. ഏഷ്യൻ ആനകളുടെ നിലവിലുള്ള 3 അംഗീകൃത ഉപജാതികളിൽ ഒന്നാണ് ഇന്ത്യൻ ആന. ആഫ്രിക്കൻ ആനകളെ അപേക്ഷിച്ച് ചെറുതാണ് ഈ ഇനം. പുൽമേടുകൾ, നിത്യഹരിത വനങ്ങളിൽ ഈർപ്പമുള്ള ഇലപൊഴിയും കാടുകളിലാണ് ഇവ വസിക്കുന്നത്. നമ്പർ 2 ഇന്ത്യൻ പീക്കോക്ക്. ഇന്ത്യൻ മയിൽ, കോമൺ മയിൽ അല്ലെങ്കിൽ നീലമയിൽ എന്നും അറിയപ്പെടുന്നു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു മയിൽ ഇനമാണ്. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിലും അതിനുശേഷം ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട്. നമ്പർ 1 ബംഗാൾ ടൈഗർ. ബംഗാൾ കടുവകൾ പന്തേര ടൈഗ്രേസ് ഉപജാതികളിൽ പെടുന്നു. കാട്ടുപൂച്ചകളിൽ ഏറ്റവും വലുതാണ് ഇവ. വേട്ടയാടൽ, ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, ആവാസ വ്യവസ്ഥയുടെ വിഘടനം എന്നിവയിൽ ഇത് ഭീഷണിയിലാണ്. ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാട്ടുപൂച്ചകളിൽ ഒന്നാണ് ബംഗാൾ കടുവ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.